ക്യാപിറ്റൽ മാർക്കറ്റ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നും ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും ഒന്ന് മണി മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉള്ള ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായി തിരിച്ചിട്ടുള്ള പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നുമായി തിരിച്ചിട്ടുണ്ട്. അതിലെ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രൈമറി മാർക്കറ്റ് ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രൈമറി മാർക്കറ്റ് എന്നും മറ്റൊന്ന് സെക്കൻഡറി മാർക്കറ്റ് എന്നും. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന ഏതാണ്, നമ്മളെ ഈ ചാപ്റ്റർ ഏതാണ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്നുള്ളതാണ്. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. അതിൽ പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിൽ പറയുമ്പോൾ ആദ്യമായിട്ട് ഇറ്റ് ഈസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നാണ് ചാപ്റ്ററിന്റെ ഹെഡിങ്. അതിൽ പറയുന്നത് ഈസ് ഓൾസോ കോൾഡ് പ്രൈമറി മാർക്കറ്റ്. നമുക്കറിയാം ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞാലും പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. പിന്നെ സക്സസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൈമറി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വിജയം അത് ആശ്രയിച്ചിരിക്കുന്നത് പ്രധാനമായും പ്രൈമറി മാർക്കറ്റിലാണ്. പ്രൈമറി മാർക്കറ്റിനെ ആശ്രയിച്ചാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വിജയം എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ന്യൂ ഇഷ്യൂവേഴ്സ്. ഇത് പുതിയ ഇഷ്യൂവേഴ്സിനുള്ള ഒരു മാർക്കറ്റാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി, ഒരു ബിസിനസ് ഫേം ആദ്യമായിട്ട് അവർ പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഈ മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ന്യൂ ഇഷ്യൂവേഴ്സ്. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനി ആദ്യമായിട്ട് ഒരു പുതിയ സെക്യൂരിറ്റി, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റൈസ് ചെയ്യുക, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന മാർക്കറ്റാണ് ഈ പറയുന്ന ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലൂടെയാണ് ഒരു കമ്പനി, ഒരു ഫേം ഒരു ആദ്യമായിട്ട് അവര് ഫണ്ട് റൈസ് ചെയ്യുന്നത് ഒരു പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഒരു ന്യൂ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ്. ബിസിനസ് ഫേംസ് എൻ്റർ ഇൻ ദി പ്രൈമറി മാർക്കറ്റ് ടു റൈസ് മണി ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ഫേംസ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി മാർക്കറ്റിലേക്ക് വരുന്നത്. പ്രൈമറി മാർക്കറ്റിൽ നിന്നും അവര് ഫണ്ട് റൈസ് ചെയ്യും. നമുക്കറിയാം ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അതിന് ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ട് വരും. അത് ബിസിനസ് ഫേം ആ ബിസിനസ് സ്ഥാപനത്തിന്റെ കയ്യിൽ തന്നെ അത്രയും പണം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുറമേയുള്ള ആളുകളിൽ നിന്നും ഫണ്ട് മേടിക്കേണ്ടി വരും. അപ്പോൾ പുറമേയുള്ള ആളുകളിൽ നിന്നും ഫണ്ട് മേടിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇഷ്യൂയിങ് ഷെയർസ്, ഡിബഞ്ചർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ബിസിനസ് ഫേം ഫണ്ട് റൈസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യും അല്ലേ. അപ്പൊ അത്തരത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടോ ഒക്കെ എന്ത് ചെയ്യും, ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടൊക്കെ കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഫണ്ട് റൈസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഫോം ചെയ്യുന്നു, ക്യാപിറ്റൽ നേടിയെടുക്കുന്നു, മൂലധനം സ്വരൂപിക്കുന്നു. ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഷെയർ സർട്ടിഫിക്കറ്റ്, ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്, ബോണ്ട് സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പനി ഇഷ്യൂ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു, ബിസിനസ് ഫേംസിന് ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അത് റൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ആക്സലറേറ്റ് ദ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ എ കൺട്രീസ് എക്കണോമി. ഒരു കൺട്രീസ് എക്കണോമി, ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ അവിടെ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്ന, ത്വരിതപ്പെടുത്തുന്ന ഒരു മാർഗമാണ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലൂടെ ഒരു കൺട്രി എക്കണോമിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്യാപിറ്റൽ ഫോം ചെയ്യാം, എളുപ്പത്തിൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മൂലധനത്തെ സ്വരൂപിക്കാൻ സാധിക്കും പ്രൈമറി മാർക്കറ്റിലൂടെ. ബൈ ഇഷ്യൂയിങ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, അതർ സർട്ടിഫിക്കറ്റ്സ് എക്സെട്ര. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ന്യൂ ലോങ് ടേം ഇക്വിറ്റി ക്യാപിറ്റൽ. ന്യൂ ലോങ് ടേം, ഏറ്റവും പുതിയ
ദീർഘകാല ഇക്വിറ്റി ക്യാപിറ്റലുകൾക്കുള്ള ഒരു മാർക്കറ്റാണ് ഈ പറയുന്ന മാർക്കറ്റ്. അതുപോലെ ഫണ്ട് റൈസ് ടു പ്രൈമറി മാർക്കറ്റ് യൂസ്ഡ് ഫോർ, ഇങ്ങനെ പ്രൈമറി മാർക്കറ്റിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ക്യാപിറ്റൽ, പണം എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നത്? ഫോർ സെറ്റപ്പിംഗ് ന്യൂ ബിസിനസ് ഫേം, ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആ ഫണ്ട് ഉപയോഗിക്കാം. പ്രൈമറി മാർക്കറ്റിലൂടെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് പണം സ്വരൂപിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു പക്ഷേ അത് എന്തിനു ഉപയോഗിക്കും? പുതിയൊരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, സെറ്റപ്പ് ഓഫ് ന്യൂ ബിസിനസ്. അല്ലെങ്കിൽ മോഡേണൈസിംഗ് ഓർ എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ബിസിനസ്, നിലവിലുള്ള ബിസിനസ്സുകളെ എക്സ്പാൻഡ് ചെയ്യുക, വിപുലീകരിക്കുക, മോഡേണൈസ് ചെയ്യുക, ആധുനികവൽക്കരിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് പണം ഉപയോഗിക്കും. ഓർ പർച്ചേസിംഗ് ഫിക്സഡ് അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അല്ലെ? പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നില്ലേ? ഫിക്സഡ് അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അവര് ഉപയോഗിക്കാം ഈ പണത്തെ. പിന്നെ പ്രൈമറി മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെ നോക്കണം? ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ. അതുപോലെ ഏതെല്ലാം രീതിയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്? റൈറ്റ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂയിലൂടെ ചെയ്യാം. ബോണസ് ഇഷ്യൂ, അങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ പറയുന്നത് ഇറ്റ് കംസ് ബിഫോർ ദ സെക്കൻഡറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റിന് മുന്നോടിയായിട്ട് വരുന്ന ഒന്നാണ് പ്രൈമറി മാർക്കറ്റ്. ഓക്കെ. പ്രൈമറി മാർക്കറ്റ് ഈസ് ദ സക്സീഡർ ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിന്റെ തൊട്ട് മുന്നേ വരുന്നതാണ് പ്രൈമറി മാർക്കറ്റ്. എന്തുകൊണ്ടാണ്? പ്രൈമറി മാർക്കറ്റിൽ ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് സെക്കൻഡ് ഹാൻഡ് ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ ആയിട്ട് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി മാർക്കറ്റിന് മുന്നേ വരുന്ന ഒന്നാണെന്ത്? പ്രൈമറി മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇറ്റ് ഹാസ് നോ പർട്ടിക്കുലർ പ്ലേസ്, ഒരു പ്രത്യേക പ്ലേസും കാര്യങ്ങളൊന്നുമില്ല, സ്ഥലങ്ങളൊന്നും ഇല്ല പ്രൈമറി മാർക്കറ്റിന്. പിന്നെ ഇറ്റ് ഹാസ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, പണം റൈസ് ചെയ്യുന്നതിന്, ഫണ്ട് റൈസ് ചെയ്യുന്നതിന്, ക്യാപിറ്റൽ നേടിയെടുക്കുന്നതിന്, പ്രൈമറി മാർക്കറ്റിലൂടെ ക്യാപിറ്റൽ നേടിയെടുക്കുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ഒന്ന് പബ്ലിക് ഇഷ്യൂ ആണ്, രണ്ടാമത്തെ ഓഫർ ഫോർ സെയിൽ ആണ്, മൂന്നാമത്തെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്, നാലാമത്തെ റൈറ്റ് ഇഷ്യൂ, അഞ്ചാമത്തെ ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് കമ്പനികൾ പ്രൈമറി മാർക്കറ്റിലൂടെ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം, ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി, ഒരു കമ്പനി ആദ്യമായി ഒരു പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ്. ആ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റിയെ രണ്ടാമതായി ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ഒക്കെ ഡീൽ ചെയ്യുന്ന, ഓൾഡ് സെക്യൂരിറ്റീസും ഡിബഞ്ചേഴ്സും ഒക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന എന്താണ്? ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിലെന്ത് ചെയ്യുന്നു? പറയുന്നു ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വിജയം എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി മാർക്കറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് പുതിയ ഇഷ്യൂ ആണ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ന്യൂ ഇഷ്യൂവേഴ്സ്, പുതിയതായിട്ട് ഒരു ഷെയറോ ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂവേഴ്സിനുള്ള മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ്. അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അതുപോലെ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നതിന്, മൂലധനം സ്വരൂപിക്കുന്നതിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അതുപോലെ ലോങ് ടേം ഇക്വിറ്റി ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണിത്. അതുപോലെ ഇങ്ങനെ പ്രൈമറി മാർക്കറ്റിലൂടെ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന പണം കമ്പനികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനും അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ എക്സ്പാൻഡ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും അതുപോലെ ഫിക്സഡ് അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇക്വിറ്റി ഷെയർ ആയിട്ടോ പ്രിഫറൻസ് ഷെയർ ആയിട്ടോ റൈറ്റ് ഇഷ്യൂയിലൂടെ ബോണസ് ഇഷ്യൂ തുടങ്ങിയ മാർഗങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൈമറി മാർക്കറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. മാത്രമല്ല സെക്കൻഡറി മാർക്കറ്റിന് മുന്നോടിയായിട്ട് വരുന്ന ഒരു മാർക്കറ്റാണ് ഈ പറയുന്ന പ്രൈമറി മാർക്കറ്റ്. ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല. അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. പബ്ലിക് ഇഷ്യൂയിലൂടെ, ഓഫർ ഫോർ സെയിലിലൂടെ, പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ, റൈറ്റ് ഇഷ്യൂയിലൂടെ, ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ള ഇതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
സ്റ്റോക്ക് എക്സ്ചേഞ്ചും പ്രൈമറി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒന്ന് പറയുന്ന ആദ്യമായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഓൾഡ് സെക്യൂരിറ്റി. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഓൾഡ് ആയിട്ടുള്ള പഴയ സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യപ്പെടുന്നത്. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഡീൽസ് വിത്ത് ന്യൂ സെക്യൂരിറ്റീസ് ആൻഡ് ക്ലെയിംസ്. പുതിയ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസും ഫിനാൻഷ്യൽ ക്ലെയിംസും ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. സെബിയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ പ്രൈമറി മാർക്കറ്റ് നോ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് പ്രൈമറി മാർക്കറ്റ് പ്രത്യേകിച്ച് സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് ലോസ്. അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സെക്കൻഡറി മാർക്കറ്റിന് പ്രത്യേകിച്ച് അവരുടെ സ്വന്തമായിട്ടുള്ള റൂൾസും റെഗുലേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രൈമറി മാർക്കറ്റിൽ ഒന്നുമില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമില്ല. അവിടെ സർവീസ്, പ്രൈമറി മാർക്കറ്റിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? മെർച്ചന്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ് ഒക്കെയാണ്. ഇൻ പ്രൈമറി മാർക്കറ്റ് ദ സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ മെർച്ചന്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്. ഓക്കെ, പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ക്യാപിറ്റൽ ഇൻഡയറക്ട്ലി. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ക്യാപിറ്റൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പനീസിന് കിട്ടുന്നത് ക്യാപിറ്റൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ്. പ്രൈമറി മാർക്കറ്റിലൂടെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ്സ് ക്യാപിറ്റൽ ഡയറക്ട്ലി, ഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് കമ്പനിയും ഇൻവെസ്റ്ററും ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു? പണം കിട്ടുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ദ റെഡി മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റി. സെക്യൂരിറ്റീസിന് വേണ്ടിയുള്ള റെഡി മാർക്കറ്റ് ആണ് എന്ത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എപ്പോഴും റെഡിയാണ് മാർക്കറ്റ്. പക്ഷേ പ്രൈമറി മാർക്കറ്റ് പറഞ്ഞാൽ ന്യൂലി ക്രിയേറ്റഡ് ആണ്, പുതിയതായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബേസിക്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.